അഞ്ചെണ്ണം പോവും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മളൊരു ഈറ്റിംഗ് ചാലഞ്ച് ആയിട്ടാണ് വന്നേക്കുന്നത്. ബാക്കി നമ്മുടെ വിശേഷം പി വി മാൾ കൂടി പറയുക എന്ന് പറയും. എന്താണ് എനിക്ക് ഈ നിമിഷം പറയാനുള്ളത്? നമുക്ക് സ്റ്റാറിങ് ചിക്കനും പൊറോട്ടയും കഴിക്കണമെന്ന് ഒരു ആഗ്രഹം. അപ്പൊ ആകാശിനോട് പറഞ്ഞു. ആകാശ് പറഞ്ഞു നമുക്ക് പോയേക്കാം. നമ്മൾ അതുകൊണ്ട് ഒറ്റ മൈൻഡ് ഗായ്സ്. അപ്പൊ നമ്മൾ നേരെ ഇനി പോകാൻ പോണ വീട്ടിൽ ഉണ്ടാകും. അതെ ഗായ്സ്, നമ്മൾ നേരെ ചിക്കൻ കടയിൽ പോയി നല്ല പടപടക്കുന്ന ചിക്കനെ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചാലഞ്ച് ആക്കി മാറ്റാൻ പോവാണ്. അതെ, നമ്മളിനി നേരെ നമ്മൾ ചിക്കൻ കടയിലോട്ട് പോകുക. അവിടെ പിന്നെ പൊറോട്ട കടയിൽ പോയി പൊറോട്ട മേടിക്കുക, ചിക്കൻ കൊണ്ട് കറി വെക്കുക, സുനാമിനെ കൊണ്ട് കറി വെക്കുക. എന്നിട്ട് നമ്മളൊരു 5 പേരുണ്ട് ഗായ്സ്. നമ്മൾ 5 പേര് ഇന്നും അപ്പൊ ഗായ്സ് നമുക്ക് നേരെ ചിക്കൻ കടയിലോട്ട് പോവാം. കടയിലെത്തിയിട്ടുണ്ട്. വേണ്ട മണിയുണ്ട്, ടി വി ഉണ്ട്. ചേച്ചി അവിടെ നിന്ന് ചിക്കൻ വെട്ടുന്നു. ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിക്കാൻ വന്നേക്കോ നമ്മൾ. മതി ചേട്ടാ. ആ ഗൈസ്, ഓക്കെ ചിക്കൻ മേടിച്ചു ഗൈസ്. അവിടെ ഇട്ടേക്കുന്നു. പുറത്ത് ഗൈസ് നമ്മളപ്പോ ചിക്കൻ മേടിച്ചു. ഇനി പൊറോട്ട മേടിക്കാൻ പോവുകയാണ്. ചിക്കനും സബോളയും സാധനങ്ങളൊക്കെ മേടിച്ചു നമ്മൾ പൊറോട്ട മേടിക്കാൻ പോകുന്നു. ഇതാണ് നമ്മുടെ പറവൂർ മാർക്കറ്റ്. ഗൈസ് അങ്ങനെ നമ്മൾ കടയിലെത്തിയിരിക്കുന്നു. അല്ലമീൻ. യെസ്, നമുക്കപ്പോ പൊറോട്ട മേടിക്കാം. ഓക്കെ അണ്ണാ, ഒരു 50 പൊറോട്ട. നമ്മൾ അമ്മയാണ് 50 പൊറോട്ട. 50 പൊറോട്ട മാത്രം മതി. ഓക്കെ. കാലിൽ ചെറിയൊരു ഫ്രാക്ചർ. ബ്ലേഡ് കൊണ്ട് ബ്ലേഡ് കട്ട് ചെയ്തപ്പം മുറിഞ്ഞ. ഏറ്റവും നല്ല മികച്ച പോകുന്ന സ്ഥലമാണ് അല്ലമീൻ എന്നാണ് കടയുടെ പേര്. എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 പൊറോട്ടയും ചാറും കഴിച്ചിട്ട് പോകാം. ഓക്കെ ഗൈസ്, പൊറോട്ട മേടിച്ചുള്ള 60 പൊറോട്ടയാണ് ഗൈസ് കാണുന്നത്. നമുക്കിനി വീട്ടിൽ കൊണ്ടുപോയി ചിക്കൻ കറി പൊറോട്ട അടിക്കാം. ഗൈസ്, അപ്പൊ നമ്മുടെ ചലഞ്ചിന് വേണ്ടി എല്ലാ സാധനങ്ങളും നമ്മൾ മേടിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ പോയി ചിക്കൻ കറി വെക്കുക. ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിനി വീട്ടിൽ ചെന്ന് കാണാം. ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഗൈസ് ഇതാണ് നമ്മുടെ വീട്. നമ്മുടെ സുനിത അവിടെ നിൽപ്പുണ്ട്. ഗൈസ് സുനിതയാണ് ഗൈസ് നമുക്കിന്ന് ചിക്കൻ കറി ചലഞ്ചിനുള്ള ചിക്കൻ കറി വെച്ച് തരാൻ പോണേ. നമ്മൾ ഇവിടെ ഉള്ളി സബോളയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് ഗൈസ്. എല്ലാരും ഉണ്ട് ഗൈസ്. കണ്ടോ, ഇവിടെ പത്തരമാറ്റ് സീരിയൽ കണ്ടുകൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളി പൊളിക്കുന്നത്. അവിടെ സുനിത മോൾ ചിക്കൻ റെഡി ആക്കുകയാണ് ഗൈസ്. കണ്ടോ, ചലഞ്ചിന് ചിക്കനൊക്കെ ഇവിടെ തകൃതിയായി റെഡിയാവുന്നു ഗായ്സ്. അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ടിഗോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മളൊരു സുഹൃത്തും കൂടെ വരാനുണ്ട്. അവനും കൂടി വന്നാലേ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ചിക്കനൊക്കെ കാണിച്ചു തരാം ഗായ്സ്. ഇവിടെ സുനിത മോൾ ലോട്ടറി നോക്കുന്നു.
അടിച്ചാ ചെലവ് ഉറപ്പാ കേട്ടോ. കിട്ടുവോ? അടിക്കുവല്ലോ? അടിക്കുവോ? അടിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, കണ്ടു ഗൈസ്, ചിക്കൻ റെഡിയായി. ശുഭപ്രതീക്ഷ 100% വിജയം അല്ലേ? അല്ലേ? ഓക്കെ, ഇത് കണ്ടോ ഗൈസ്, 60 പൊറോട്ടയാണ്. എണ്ണം പറഞ്ഞ 60 പൊറോട്ടയാണ് ഗൈസ് ഇവിടെ ഇരിക്കുന്നത്. 60 പൊറോട്ട നമ്മുടെ നമ്മുടെ കൂട്ടുകാർ ഏത് നിമിഷം നടന്നു അറിയില്ല ഗൈസ്. നമ്മൾ അവനെ നോക്കി കാത്തിരിക്കുകയാണ് ഗൈസ്. പ്ലേറ്റ് ഒക്കെ റെഡി, ചലഞ്ചിനുള്ള പ്ലേറ്റ് ഒക്കെ റെഡിയാക്കി ചിക്കനൊക്കെ എടുക്കുന്നു ഗൈസ്. ക്യാമറയുടെ മുമ്പിൽ വരാൻ നാണമാണ് ഗൈസ്. അവന്റെ കടന്നു വരുന്നുണ്ട് ഗൈസ്. നമുക്ക് അവനെ വെൽക്കം ചെയ്യാം. നമ്മുടെ ചലഞ്ചിന്റെ നേതാവ് വന്നു. അതൊക്കെ ഉണ്ട്, പരിപാടി തുടങ്ങാൻ പോണേ ഉള്ളു. അപ്പൊ ഗൈസ്, നമ്മുടെ ചലഞ്ചിനായി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മുടെ 4 സിംഹക്കുട്ടികൾ ചലഞ്ചിനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ആദ്യത്തെ സിംഹക്കുട്ടി ടിജോ ഷാജി, അടുത്തത് മണി, അടുത്തത് പിവി, പിന്നെ ആകാശ്. ഇത് കണ്ട് നമ്മുടെ സുരപ്പൻ അവിടെ ചിരിക്കുന്നുണ്ട്, ലക്ഷ്മി മകം പൊത്തിച്ചിരിക്കുന്നു. ഗൈസ്, നമ്മളിവിടെ നമ്മുടെ ചലഞ്ചിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്: ഒരു പൊറോട്ട തിന്നാ 100 രൂപ. അങ്ങനെ എത്ര പൊറോട്ട തിന്നോ അത്രയും കാശ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതെ, ജയിക്കുന്നവന് മാത്രം. ഏറ്റവും കൂടുതൽ പൊറോട്ട തിന്നുന്ന 100 രൂപ വെച്ച് കിട്ടുന്നതായിരിക്കും. സ്പോൺസർഷിപ്പ് വഴിയാണ് നമ്മുടെ സാധനങ്ങളെല്ലാം. അപ്പൊ ഗൈസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ നമ്മുടെ ചലഞ്ച്. 1 2 3 സ്റ്റാർട്ട്. ഫസ്റ്റ് തിന്നുന്നവരല്ലേ ഇരിക്കുന്ന പൊറോട്ട തിന്നുന്ന. വേസ്റ്റ് ഇടാൻ പാത്രങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. കഴിച്ചോ ഗൈസ്, എന്നാ പിടി. ടി വി ഇവിടെ തിന്നുകയാണ്. സോസ് ഒക്കെ ഉണ്ട്. നമ്മുടെ സിംഹക്കുട്ടിയായ മണി ഒരു പൊറോട്ട തിന്ന് തീർത്തിരിക്കുന്നു. ഇനി അടുത്ത ആരാണ് ഒരു പൊറോട്ട തീർക്കാനുള്ളത്? ഗർജിക്കുന്നു. ഇവിടെ ഒരു പൊറോട്ട തിന്ന് തീർത്തിരിക്കുന്നു ടീച്ചോ. ഇവിടെ 2 എണ്ണം പാഴ് പോലെ ഇരിപ്പുണ്ട്. ഇത് വെറും ഗർജനം മാത്രമേ ഉള്ളൂ. പനയും തിന്നാം. അവിടെ 2ാമത്തെ പൊറോട്ട തീർക്കാനായി നിമിഷത്തിനകം. ഇവിടെ തുടങ്ങിയിട്ട് പോലില്ല 2ാമത്തെ പൊറോട്ട. അതായത് ഞാൻ അരമണിക്കൂർ മുമ്പ് ഉദയനേട്ടയുടെ പോയി 5 മുട്ട വെച്ച് കഴിച്ചായിരുന്നു. അതെന്റെ സ്റ്റാർട്ടിംഗ്. അതെ, അതുകൊണ്ട് കൊടവേറെ നമുക്ക് കാണാം കേസ്. മണി ഇപ്പൊ തീരും. അവിടെ തീർന്നിരിക്കുന്നു നമ്മുടെ ഗർജിക്കുന്ന സിംഹം ടിവിയുടെ 3ാമത്തത്. കൊടുത്താലും തീരാത്ത ആവനാഴിയുടെ അത്ഭുതങ്ങളുമായി ഈ പോരാട്ട ഭൂമിയിൽ ആവേശത്തിന്റെ തിരകൾ. മണിയുടെ 3ാമത്തതാണ് ഗൈസ്. തണുത്തോളം നമുക്ക് ഇടയ്ക്ക് പിടിക്കാം. 3 പൊറോട്ട കഴിഞ്ഞാൽ പിന്നെ തണുത്തോളം ഇല്ലേ? അതാണ് പൂച്ചൊക്കെ ഉണ്ടാക്കി. നമ്മുടെ ഗർജിക്കുന്ന സിംഹം അവിടെ 2 തിന്നിരിക്കുന്നു.
എത്രാമത്തെ 6 5 അവിടെ ഇനി 7ാമത്തെ അല്ലേ അടുത്തത് എത്രാമത്തെ ഇപ്പോഴത്തെ ലീഡിങ് ഫസ്റ്റ് ലീഡ് നമ്മുടെ സിംഹക്കുട്ടി ഗർജിക്കുന്ന സിംഹക്കുട്ടിയെ തീർന്ന് ടിഗോ ബീച്ചിൽ പോയി ഐസ്ക്രീം നിന്നോണ്ട് ടിഗോക്ക് വൈറലെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ സിംഹക്കുട്ടിയായ മണിയണ്ണൻ ഇവിടെ 5 ആയി. അവിടെ സിംഹക്കുട്ടിയായ മണിയണ്ണൻ 5 ആയി. ദിവ്യണ്ണൻ 6. നോക്കടാ ദിവ്യണ്ണൻ 6. ഇനി നമ്മുടെ മണിയണ്ണൻ മുന്നിൽ കയറി. ഇത് എത്രാമത്തെ? 8ാമത്തെ. 7 ഫിനിഷ് ആയിരിക്കുന്നു. 8ലോട്ട് പോ മതി. ഓക്കെ, PV ഔട്ട് ആയിരിക്കുന്നു. മണിയാണ് ഫസ്റ്റ് ലീഡ്. 9ാമത്തത് ഇവിടെ 9 എടുത്തിരിക്കുന്നു. വാശേറിയ പോരാട്ടം. മീനിന്ന് മണി വാസസ് PV. ടീലോ നിർത്തിയോ? ക്യാമറ നോക്കി പറയണം. നിർത്തിയെങ്കിൽ ക്യാമറ നോക്കി പറ. നിർത്തി ക്യാമറ. ക്യാമറ കിട്ടിയിരിക്കുന്നു ഗൈസ്. നമ്മൾ വാശിയേറിയ പോരാട്ടം കാരണം നമ്മൾ ടൈമർ വെക്കാൻ പോവുകയാണ് ഫോണിൽ. പൊറോട്ട എടുക്കുന്നു. 5 മിനിറ്റിന് ഏറ്റവും കൂടുതൽ പൊറോട്ട ആര് കഴിച്ചു അതെ, അവര് വിജയി. ഓക്കെ, PV വിരമിച്ചു. പൊറോട്ട മാറ്റിയോ? 11 പൊറോട്ട എടുത്ത് നമ്മുടെ ആകാശോട് മുന്നിൽ നിൽക്കുന്നു. പക്ഷെ ഒന്നും ഇറക്കുന്നില്ല. വെള്ളപ്പൊടിയാ പൊട്ട. അക്ക ചെടിക്കൂടെ പൊറോട്ട മാറ്റിക്കോ. 11 പൊറോട്ട തിന്ന് തീർത്തിരിക്കുന്നു മണി. ഇവിടെ ഇടിയാണ് പൊറോട്ടയ്ക്ക്. ഇവിടെ തൊണ്ട കുടുങ്ങി. ചലഞ്ച് 1 goes wrong. തീരത്തില്ല. ഗൈസ്, ഇനി വെറും നിമിഷങ്ങൾ. തോറ്റ ആകാശ് തോറ്റ ഗൈസ്. ഇനി വെറും 30 സെക്കൻഡ്. 5 മിനിറ്റിന് മുമ്പ് നീ അതിൽ അടിച്ചു കയറി. അഹങ്കാരം കാണിക്കുമ്പോഴാ. അതെ, ഹാർഡ് വർക്ക് പാളിപ്പോയി. സ്മാർട്ട് വർക്ക് ഓൺ റോങ് ഗൈസ്. ഇല്ല ഗൈസ്, ഇല്ല. മണി ജയിച്ചിരിക്കുന്നു ഗൈസ്. മണി ജയിച്ചിരിക്കുന്നു ഗൈസ്. This challenge is the challenge winner. പുലിക്കുട്ടിയായ മണി. ആകാശ് ഇവിടെ സ്മാർട്ട് വർക്ക് കാണിച്ച് തോറ്റിരിക്കുന്നു ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മുടെ ചലഞ്ച് ഇവിടെ തീർന്നിരിക്കുന്നു. നമുക്ക് ആരാ വിജയിനെ നോക്കാം. നമ്മുടെ സിംഹക്കുട്ടികൾ 4 എണ്ണം ഇവിടെ ഇരിപ്പുണ്ട്. ഒരെണ്ണം അവശനായിരിക്കുന്നു. നമ്മുടെ ഗർജിക്കുന്ന സിംഹക്കുട്ടി PV. പിന്നെ നമ്മുടെ മണി സിംഹക്കുട്ടി ഉണ്ട്, ആകാശുണ്ട്, ടിജോയുണ്ട്. അപ്പം ഇതിലെ വിന്നർ ആരാന്ന് നമുക്കിപ്പോ പറയാം. വിന്നർക്ക് നമ്മൾ 1000 രൂപയാണ് കൊടുക്കുന്നത് ഗൈസ്. 1000 രൂപ. അപ്പം നമ്മുടെ വിന്നർ ആരായിരിക്കും? PV, നിനക്കൊന്നും പറയാനില്ലേ? ഗർജനം കടിക്കും നിന്റെ ഗർജനങ്ങൾ. നിന്റെ ഗർജന എവിടെ? ആരാണ് വിന്നർ? ആരാണ്? അതെ ഗൈസ്, അപ്പൊ നമ്മുടെ ഇതിലെ വിന്നർ 10 പൊറോട്ട തിന്നോണ്ട് വിജയിച്ചിരിക്കുന്നത് നമ്മുടെ മണിയനാണ്. അപ്പൊ ഗൈസ്, ഈ 1000 രൂപ നമുക്ക് കൊടുക്കാം.
10 പൊറോട്ട കഴിച്ചുകൊണ്ട് 1000 രൂപ. അപ്പൊ നമുക്ക് കാശ് കൊടുക്കാം. താങ്ക് യു. നമ്മുടെ പാളി എന്ത് പറ്റി? അടിക്കല് എടാ വെള്ളം എടുക്ക്, വെള്ളം ആ തിന്നെ പോയി കിടക്ക്. കണ്ടോ ഗൈസ്, ഭയങ്കര ദയനീയ അവസ്ഥയാണ് ഗൈസ് ഇവിടെ കാണുന്നത്. ബീബി പൊറോട്ട കഴിച്ച് ഗൈസ് ബീബി ഇപ്പൊ ഛർദ്ദിച്ച് നടക്കുകയാണ് ഗൈസ്. എടാ സെറ്റ് വെള്ളം കൊടുക്കണം, ഇത്തിരി വെള്ളം. ഛർദിച്ച ബീവിക്ക് ടിജോ ഇത്തിരി വെള്ളം കൊടുക്കുന്നു. ടിജോ നിനക്ക് 100, അതെ നിനക്ക് 100 പുണ്യം കിട്ടും ടിജോ, 100 പുണ്യം. പ്രശ്നമുണ്ട്, ആശുപത്രി പോണം, നമുക്ക് വൈറ്റൻഷി പോകാൻ വേണമെങ്കിൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ പുതിയൊരു വീഡിയോ ആയി നമ്മൾ വീണ്ടും രസകരമായ വീഡിയോകൾ നിങ്ങളും വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, ഛർദ്ദിച്ച ആവശ്യമായി ബീവി ഇപ്പൊ റെഡി ആയിട്ടിരിക്കുകയാണ്. വീണ്ടും പുതിയ എനർജി ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിട്ട് വീഡിയോ ടിങ് ടിങ് കയറി. അപ്പൊ